ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തസ്നിമ ഫെമി. ഞാനിപ്പോൾ ഇവിടെ അജ്മാലിൽ ഒരു ട്രാവൽസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പേരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പറയണ്ടേ. ഞാൻ ഇതുവരെ ഷോർട്സ് മാത്രമേ ചെയ്തില്ലേനു. അപ്പോൾ ഇന്നും അങ്ങനെ വിചാരിക്കേണ്ട ഒരു ലോങ് വീഡിയോ നമുക്ക് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഒരു സമയം കിട്ടിയില്ലേനു. അപ്പോൾ ഇന്ന് ഓഫാണ്, ഇന്ന് സൺഡേ ഓഫ് ആയതുകൊണ്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോണ് പോർട്രേറ്റ് തന്നെ പിടിച്ച് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ട് ശരിക്ക് തീരെ കംഫർട്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എണീച്ച് നിസ്കരിച്ച് പിന്നെ കിടന്നാ ഇപ്പം ഏകദേശം 10-10:30 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. ചായ ഒന്നും കുടിച്ചില്ല. നമുക്ക് ഫസ്റ്റ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ലഞ്ച് കൂടെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നമ്മളെ പണിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം പല്ല് തേക്കണം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഈ ഒരു ഫേസ് വാഷ് ഞാൻ ഡെയിലി 2 ടൈം യൂസ് ചെയ്യാറുണ്ട്. ഈ മോർണിംഗും പിന്നെ ആഫ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നൈറ്റും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒരു ഫേസ് വാഷ് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യത്തില്ല. കാരണം എനിക്ക് വേഗം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നും, അപ്പം ഞാൻ വേറെ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യും. അങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫേസ് വാഷ് ഇതുവരെയൊക്കെ കിട്ടിയില്ലേനു. ബട്ട് ദിസ് ഈസ് റിയലി ഗുഡ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അക്വലോജിക്കിൻ്റെ 250 ആണെന്ന് തോന്നുന്നു, 249 എങ്ങാനുമാണ് ഈ ഒരു ഫേസ് വാഷിന് വരുന്നത്. പക്ഷേ റിയലി വർത്താണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ സ്കിന്നിനും പറ്റുന്നതാണ് തോന്നുന്നത്. പപ്പായ ആൻഡ് വിറ്റമിൻ സി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫേസ് വാഷാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്, ജാം എടുക്കണോ ന്യൂട്ടൽ എടുക്കണോ എന്നുള്ളൊരു സംശയത്തിലാണ്. നമുക്ക് ന്യൂട്ടൽ എടുക്കാം അല്ലേ. ഇനി നമുക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാം. ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം. ക്യാമറ നോക്കി പറഞ്ഞാൽ പുറത്താവും. ആ ഇടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ആണല്ലോ അത് പോകുന്നത്. അപ്പം നമുക്ക് ബൂസ്റ്റ് കുടിക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് നാട്ടിലത്തെ കാര്യമൊക്കെ ഓർമ്മ വരിക. വീട്ടിലുള്ള സമയത്ത് ഉപ്പുമാവൊന്നും ഇഷ്ടമല്ലേനു. അപ്പോൾ ഉപ്പുമാവുള്ള ദിവസം പോലും ഞാൻ ചായ അടിക്കാൻ നടക്കുന്നുണ്ട്, ഇഷ്ടമല്ലായിട്ട്. ഇപ്പോൾ ഉപ്പുമാവല്ലേ, എന്ത് കിട്ടിയാലും കഴിക്കും. ഒറ്റക്കാകുമ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ വില മനസ്സിലാവുക. ഏതായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ബീഫ് കറി വെക്കാണ്. ബീഫ് കറിയും സാദാ ചോറും. അപ്പം അതിനുള്ള തക്കാളി, ഉള്ളിയൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. റെക്കോർഡിങ് ആണല്ലോ അല്ലേ. ഞാൻ വലിയൊരു കുക്കല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് ആണ്. അപ്പോൾ നമുക്ക് ഞാൻ ആ വിൻഡോ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ കൂടെ ആയതുകൊണ്ട് തീരെ ക്ലിയർ ആയിട്ടില്ല. പുറത്ത് മറ്റേ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ നടക്കാറുണ്ട്. ചിലപ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും, ചിലപ്പോൾ ഈ പറയുന്നതൊക്കെ വെറുതാവും, ഒന്നും കേൾക്കലുണ്ടാവില്ല. ഈ ഉള്ളിയാണ് പ്രശ്നം. ഇനി നമുക്ക് കുറച്ച് കരയാം. അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞിട്ട് വരാം. അപ്പോൾ കറിക്കുള്ളതൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഒന്ന്
വറുത്താക്കാം. അപ്പം ഇങ്ങനെ ഞാൻ ബീഫ് വേവിച്ച് വെച്ചു. ഇനി നമുക്ക് അതൊന്ന് കറിയാക്കി മാറ്റാം. അപ്പം ഞാൻ ഉള്ളി വാടാൻ വെച്ചു. ഇനി നമുക്ക് തക്കാളി ബാക്കിയുണ്ട്, അത് വാട്ടാം. ആവട്ടെ. ഇതാണ് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ. നല്ല വെയില. റോഡുമ്മലൊന്നും ഒരു മനുഷ്യന്മാർ പോലും ഉണ്ടാവില്ല. എന്നാലും ആ ഒരു ബിൽഡിങ്ങിൽ പാവം എത്രയോ ആൾക്കാർ ഇപ്പോൾ ഒരു വെയിൽ കൊണ്ടിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി വാടിയിട്ടുണ്ടാവും. നമുക്ക് തക്കാളി അപ്പോൾ ഒരു ഭാഗം കൊടുത്ത് ഞാൻ പോയിട്ട് കുളിച്ച് നിസ്കരിച്ച് വരാം. ഓക്കെ, അപ്പോഴേക്ക് കറിയാം. ബീഫ് കറി, ചോറ്, പപ്പടം, ഇനി നമുക്ക് ചോറുന്നാ. മാങ്ങച്ചാറ അപ്പം ചോറുന്നാം. ഈവനിങ് ചായക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇത് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായി. ഇതൊന്നും പൊരിച്ച് ചായ കുടിക്കാനുള്ളൊന്നൊരു ടൈം നമുക്ക് കിട്ടലില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും പൊരിച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഞാൻ ഇത്രയൊന്നും പൊരിക്കണമെന്ന് വിചാരിച്ചല്ല. ആദ്യമായിട്ടാണ് ഇതിങ്ങനെ വൃത്തിക്ക് കരിയാതൊക്കെ കിട്ടുന്നത്. ആ ഒരു ആവേശത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊരിച്ചു പോയത്. അങ്ങനെ നമ്മൾ ചായ റെഡിയായി. ഏകദേശം 5:30 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം. ഇത് കാണാൻ തന്നെ നല്ല രസമല്ല, കളറുമായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്നാക്ക് ഇന്ന് ഈവനിങ് ആയിട്ട്. അപ്പോൾ ചായ കുടിച്ചു, ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. കുറച്ച് ഈ ആഴ്ചകൾക്ക് രാവിലെ പോകുന്ന ആ ഒരു തിരക്കിൽ ഹറിബറി ആയിട്ട് എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സായി കിടക്കുന്നതിൻ്റെ കുറച്ച് സെറ്റുകളുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇത് മേക്കപ്പ് ബോക്സാണ്. ഇതിൽ ചിലപ്പോൾ മേക്കപ്പ് അയക്കില്ല. ഞാൻ എല്ലാം ഞായറാഴ്ച എല്ലാ സൺഡേയും ഞാൻ ഇത് അറേഞ്ച് ചെയ്യും. പിറ്റേത്തെ ആ നെക്സ്റ്റ് സാറ്റർഡേ ആകുമ്പോൾക്ക് ചിലപ്പോൾ ലിപ്സ്റ്റിക്ക് നോക്കിയാൽ വേറെ ഇല്ല ഉണ്ടാവും. ആ ഒരു രീതിക്ക് അയക്കുമാവും. അപ്പോൾ നമുക്കിത് ഒന്ന് റെഡിയാക്കി എടുക്കാം. കാണുന്നുണ്ടാവും ഇതൊക്കെ. നാളെ ഇന്ന് കുറച്ചധികം വൃത്തിയുണ്ട്. ഈ ഒരു ഹൈലൈറ്റർ ഞാൻ ഈ അടുത്ത് വാങ്ങിയതാട്ടോ, മിനിസ്റ്ററിൻ്റെ ഹൈലൈറ്റർ. കുഴപ്പമില്ല, പക്ഷേ നമുക്കിത് ഈസി ടു യൂസ് അല്ല. നമുക്ക് വേറൊരു ഹൈലൈറ്റർ എടുത്ത് യൂസ് ആക്കുമ്പോൾ ഈസി അല്ല. ഇത് കുറച്ച് പണിയാണ് ഇതിൽ നിന്ന് സാധനം വരാനൊക്കെ. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഹുദ ബ്യൂട്ടി സ്റ്റിൽ ലോഡ്, ഈ 2 ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇതെനിക്ക് പക്ക ഓക്കെയാണ്. ഹുദ ബ്യൂട്ടിയുടെ ഈ ഫൗണ്ടേഷന് ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു നൈക്കൻ്റെ സെറമാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ആ സെറം കഴിഞ്ഞു പോയി. അങ്ങനെ ഞാൻ മെഡിക്യൂബ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു സെറം യൂസ് ചെയ്തിട്ടായിരുന്നു ഞാൻ ചെയ്യല്. പക്ഷെ എനിക്ക് ഈ ഒരു നൈക്കൻ്റെ സെറം തന്നെ കിട്ടണം. പക്ഷേ ഞാൻ ഇവിടെ കുറേ നോക്കി, പക്ഷെ നൈക്കൻ്റെ ഔട്ട്ലെറ്റൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ ഉള്ളതെന്ന് ഇനി ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഈ എസ്റ്റി ലോഡറിൻ്റെ ഈ ഫൗണ്ടേഷനും. ഇതും ഓക്കെ ആണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടിലും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് ഹുദ ബ്യൂട്ടി. പിന്നെ ഇതിൻ്റെ മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ 2 വാങ്ങിനു. ഒന്ന് ഇത് ഓക്കെ ആട്ടോ. എനിക്ക് ഈ ഡോട്ട് കിന്നതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടതും ഇതെന്നാണ്. കാരണം ഇതെന്തോ നമ്മളെന്തോ വെള്ളം ഞാൻ മുഖത്ത് തേക്കും പോലെ ഉള്ളതാ. ഇത് ഓക്കെയാണ്, നമുക്ക് ഇട്ട ഒരു ഫീല് വരും. അങ്ങനെ വൈക്കാസ്റ്റൊന്നുമില്ല. പിന്നെ
ഒരു സാധനം ഞാൻ കളയൂല, എല്ലാം എന്തെങ്കിലും ഉപകാരത്തിലാക്കും. ഇതൊരു കേക്കിൻ്റെ ബോക്സാണ്, ഇതെനിക്ക് പക്ക ഫിറ്റായി. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. നാട്ടിലായ സമയത്ത് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ ഏകദേശം ഒരേ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ആയിരിക്കും. എന്നാലും എനിക്ക് കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ലായിരുന്നു. അറൗണ്ട് 60 ഷെയ്ഡ്സ് എനിക്ക് ഉണ്ടായിരുന്നു. ഇതും അൺബ്രാൻഡഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഷെയ്ഡ് കണ്ടപ്പോൾ ഇഷ്ടമായി. പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്യലില്ല. അൺബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം ഞാൻ ശരിക്കും യൂസ് ചെയ്യില്ല. പക്ഷേ നല്ല ഷെയ്ഡാണ്. നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റൊക്കെ പോയി. ഞാൻ റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ ഒരു ഷെയ്ഡും എനിക്ക് ഈ 2 ഷെയ്ഡും ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഞാൻ ഇതുവരേക്കും യൂസ് ചെയ്തില്ല. ആർക്കെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എല്ലാ ഷെയ്ഡ്സും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ആകെ യൂസ് ആക്കുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കിക്കോൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യില്ല. ഇതിൻ്റെ ഷെയ്ഡ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ആർക്കെങ്കിലും ഷെയ്ഡ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ നൈറ്റ്. അതിലൊന്നും ആരും കാണില്ല. നൈറ്റ് രാത്രിയായാലും 2-3 മനുഷ്യന്മാരെ കാണാം. മൊത്തം ബിൽഡിങ്ങുകളും, എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തുന്നല്ലോ. ഈ ഒരു വിൻഡോ തുറന്ന് ഇങ്ങനെ നോക്കിക്കാനൊക്കെ നല്ല സുഖമാണ്. പക്ഷെ നല്ല ചൂടാണ് ഇവിടെ രാത്രി. വിശക്കുന്നു. അപ്പം നമുക്ക് മയക്കുണ്ട്. ഇതൊന്ന് കഴിക്കാം. ഏകദേശം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആയിക്കിട്ടെന്ന് തോന്നുന്നു. എന്നോട് മറന്നു ചില സമയം ക്യാമറ എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് സൺഡേ ആണ്, എങ്ങോട്ടും പോവാത്തൊരു സൺഡേ. പകലൊന്നും എവിടേക്കും പോയിക്കൂടാ, അത്രയ്ക്ക് നല്ല ചൂടും വെയിലോ. പിന്നെ നൈറ്റ് പോയാൽ ലേറ്റ് ആവും എത്താൻ. ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ്, രാവിലെ എണീക്കാൻ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് രാത്രി പോയതുമില്ല. അപ്പം നമുക്ക് അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് സെറ്റാക്കാം. അപ്പോൾ ഫുള്ള് കണ്ടവർക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.